പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹമത്തുള്ള. ഈ വീഡിയോ നിങ്ങൾ പരമാവധി മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ നോക്കുക. ഒരു സഹോദരന് പരിയാരം മെഡിക്കൽ കോളേജിൽ ഉണ്ടായ അനുഭവമാണ് ഇവിടെ പങ്കുവെക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഉപ്പയെ കയ്യും കാലും കെട്ടി ചികിത്സിക്കുന്ന ആ ഒരു ദയനീയ അവസ്ഥ കണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നമ്മെ സമീപിക്കുകയുണ്ടായി. ആ വാക്കുകൾ നമുക്ക് കേൾക്കാം. എൻ്റെ ഉപ്പാനെ ഞാൻ അവിടെ കൊണ്ടുപോയ സമയത്ത് ആദ്യം കണ്ണൂർ ആശുപത്രിയിൽ കൊണ്ടുപോയി. അവിടുന്ന് പറഞ്ഞ് പരിയാരത്തേക്ക് കൊണ്ടുപോയതെന്ന് പറഞ്ഞ് പരിയാരത്തേക്ക് പോയ സമയത്ത് കയ്യും കാലിലാണെങ്കിൽ കണ്ണെല്ലാം ചലനമുണ്ടായിരുന്നു. അവിടെ എത്തിയ സമയത്ത് ഇവർ ICUവിലേക്ക് 6ാം നിലയിൽ, പരിയാരത്ത് 6ാം നിലയിൽ ICUവിനകത്ത് കയറ്റിയ ശേഷം ഇവർ ട്യൂബെല്ലിട്ട്, അതിൻ്റെ അകത്തുള്ള ട്യൂബെല്ലിട്ടിട്ട് പിന്നെ അവർ പറഞ്ഞു ഇതിങ്ങനെ ഷുഗറാന്ന് കൊണ്ടെന്തൊക്കെ അവിടെ കടത്തി. അതിന് ട്യൂബ് ഇട്ടിട്ടെന്ന് പറഞ്ഞാൽ ഒരു മരണത്തെ മല്ലിടുന്ന പോലത്തെ ഒരു ശ്വാസകോശ ട്യൂബാണ് ഇട്ടത്. അത് ശ്വാസത്തിന് പ്രശ്നമുണ്ട്, പിന്നെ ലങ്സിനെ ബാധിക്കും, അതുകൊണ്ട് അത് ട്യൂബ് ഇടണമെന്ന് പറഞ്ഞുകൊണ്ട് ട്യൂബ് ഇട്ടിട്ട് അങ്ങനെ ഞാൻ ഒരു 2ാമത്തെ ദിവസം അവിടെ ആ ദിവസം കൈയെല്ലാം അനക്കലും കണ്ണു പറഞ്ഞിട്ട് ഉണ്ടായി. 2ാമത്തെ ദിവസം ഞാൻ താഴത്തെ പല്ലുണ്ടായി. താഴത്തെ പല്ല് എൻ്റെ അനുജനെടുത്തിനത്. അപ്പം എനിക്ക് കുറേ ഒരു 2-3 മണിക്കൂറിന് ശേഷം എനിക്കൊരു ഓർമ്മ വന്നത് മുകളിൽ പല്ല് വെപ്പമില്ല, രണ്ടും അപ്പുറം വെപ്പമില്ല, മുകളിൽ പല്ലുണ്ടെന്നുള്ളത് എനിക്ക് ഓർമ്മ വന്നു. അപ്പം ഞാൻ അവിടെ കയറിയിട്ട് ആ സമയത്ത് പറഞ്ഞു, സിസ്റ്ററോട് ഞാൻ പറഞ്ഞു അത് മുകളിലെ പല്ല് നൂറണം. നമ്മളെന്നാ ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ 3ാമത്തെ ദിവസം അവിടെ പോയിട്ട് ഞായറാഴ്ച അവിടെ കൊണ്ടുപോയി. 3ാം ദിവസം അവിടെ പോക്കുമ്പോൾ കൈയെല്ലാം കെട്ടിയിട്ടിട്ട് 2 കൈയെല്ലാം കെട്ടീന് ശ്വാസം ഇങ്ങനെ വലിക്കുന്നു. ഡോക്ടറോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇവരോട് സംസാരിക്കുമ്പോൾ ഇവർ പറയും ഷുഗർ കുഴപ്പമില്ല. പിന്നെ നമ്മൾ പറഞ്ഞു ഇങ്ങനെ ലിവറിന് പ്രശ്നം ഉണ്ടെന്നല്ല ആദ്യം പറഞ്ഞവർ. പിന്നെ അവർ പറഞ്ഞു ലിവറിൻ്റെ മരുന്നൊന്നും കൊടുത്തതിനാൽ പിന്നെ ശരിയാവില്ല, പിന്നെ ഷുഗറിൻ്റെ മരുന്ന് കൊടുക്കണം, എന്നിട്ടാണ് അത് ലിവറിൻ്റെ മരുന്ന് കൊടുക്കാൻ പറ്റും. അങ്ങനെ പിന്നെയും വന്ന് അവരോട് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞ് അത് പിന്നെ ലിവറിൻ്റെ മരുന്ന് കൊടുക്കുന്നുണ്ട്, അങ്ങനെ ഒരു സംഭവം അവിടുന്നുണ്ടായി. ഷുഗറിൻ്റെ മരുന്ന് മാത്രം കൊടുക്കുന്നുണ്ടെന്നാണ് ആദ്യം പറഞ്ഞത്. പിന്നെ നമ്മൾ അങ്ങോട്ട് ചോദിച്ചാൽ പറഞ്ഞ് ലിവറിൻ്റെ മരുന്ന് കൊടുക്കുന്നത് അതും കൊടുക്കുന്നുണ്ട് പറഞ്ഞു. പിന്നെ പറഞ്ഞ് ഇങ്ങനെ കബളിപ്പിക്കുന്ന പുറത്താണ്. അപ്പോൾ എന്നൊക്കെ പല്ലന്ന് എടുക്കാൻ വേണ്ടി പറഞ്ഞ സമയത്ത് ഇവർ പറഞ്ഞ് നമ്മളെടുക്കുകയും പിന്നെ പറഞ്ഞു നിങ്ങളോട് അന്ന് ഏൽപ്പിച്ച് പോയതല്ല എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അത് നമ്മളെടുക്കുക, നമ്മളെ പണിയൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാലും ഞാൻ അങ്ങനെ എൻ്റെ ഉപ്പാനെ കൊണ്ട് ഞാൻ തുറന്നു. നമുക്ക് ദന്ത ഡോക്ടറെ വിളിച്ചാലോ അതിൻ്റെ ആവശ്യം നിങ്ങൾക്ക് പണി വിളിച്ചോ, നമ്മളൊന്നും അറിയില്ല എന്ന് പറഞ്ഞു സിസ്റ്റർമാർ തന്നെ. അങ്ങനെ അവിടുന്ന് ഞാൻ തന്നെ എന്തൊക്കെ വായു വളർന്ന് ഉപ്പാനെ പല്ലാനെ എടുത്തിട്ട് ഞാൻ എന്തൊക്കെ പുറത്തിറങ്ങുന്ന സമയത്ത് അവർ പറഞ്ഞാൽ നിങ്ങൾ പോയിക്കോ, ഇവിടെ നിൽക്കേണ്ട കൂടുതൽ നോക്കുമ്പോൾ 2 കൈയും കെട്ടിയിട്ടിട്ട് ഇപ്പുറത്തുള്ള അതേ സ്ഥിതി തന്നെയുള്ളത് പേഷ്യൻ്റ്. അത് 2 കൈയും കെട്ടിയിട്ടുണ്ടെന്നൊരു അതിക്രൂരമായ നരകത്യ തുല്യമായ അമേരിക്കയിലും മറ്റുള്ള സ്ഥലത്തെല്ലാം നടക്കുന്ന പോലത്തെ വധശിക്ഷ നടപ്പിലാക്കുന്ന പോലത്തെ ഒരു വധശിക്ഷ പോലെയാണ് അവിടെ ഓരോ ആൾക്കാർ അവിടെ നിന്ന് മരണപ്പെടുന്നത്. അവിടെ 60 വയസ്സ് 70 വയസ്സ് ആകണ്ട, ഒരു താടി മുടിയും നരച്ചാൽ തന്നെ അവിടെ പോയിക്കാനും മരണം ഉറപ്പാണ്. കാരണം അവിടെ 2 കൈ കെട്ടിയെന്ന് പറഞ്ഞാൽ ഇവർ സിസ്റ്റർമാർക്ക് അവിടെ നിന്ന് കഥ പറഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട്, പറഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടുള്ളവർ കഥയാണ്. അതേപോലെ തന്നെ ഡോക്ടറും അങ്ങനെയാണ്. ഡോക്ടറുടെ പിറ്റേ ദിവസം അങ്ങനെ ഡോക്ടർ പറയുന്നു അത് പേഷ്യൻറ്റിന് സീരിയസ് ആണ്. അതന്നെ ഞാൻ പറഞ്ഞത് സാറേ, ഷുഗറിൻ്റെ മരുന്ന് കൊടുക്കുന്ന സമയത്ത് ലിവറിൻ്റെ മരുന്ന് കൊടുക്കാൻ പറ്റില്ല എന്നുള്ള അതുകൊണ്ടല്ലേ. ആരാ പറഞ്ഞത് ലിവറിൻ്റെ മരുന്നെല്ലാം കൊടുക്കുന്നുണ്ട്? നിങ്ങളോട് പറഞ്ഞാൽ ലിവറിൻ്റെ മരുന്നെല്ലാം കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ആദ്യം പറഞ്ഞ ഷുഗർ നോർമലായിക്കാൻ ലിവറിൻ്റെ മരുന്ന് കൊടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അതും ഡോക്ടറും കബളിപ്പിക്കുന്നവർ ഓരോ വർത്തമാനമാണ് അവിടെ നിന്നുണ്ടായ അനുഭവം ഉണ്ടായത്. അങ്ങനെ ഈ ഫസ്റ്റ് ദിവസം പോയ ഉടനെ ഒരു ചായ വേണം, കഞ്ഞി വേണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് കളിപ്പിച്ച്, പിന്നെ അങ്ങനത്തെ ഒരു ചായ കുടിച്ച ചായ അവർ കുടിച്ചോളൂ നിങ്ങൾ പോയിക്കോന്ന് പറഞ്ഞു. അങ്ങനത്തെ ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടുണ്ട്. കബളിപ്പിക്കുന്ന സ്വഭാവം വാക്കുകൾ കൊണ്ട് ഇവർ നമ്മളവിടെ കയറാൻ വേണ്ടി പറ്റുന്നില്ല. കയറുമ്പോൾ തന്നെ ഇവിടുന്ന് കയറാൻ പാടില്ല, പൊയ്ക്കോ എന്നിട്ട് അങ്ങനെ ഒരു വടക്കൊരു കാര്യം ചോദിക്കുമ്പോൾ വളരെ മോശമായ ഇവിടെ പ്രതികരണമാണ് അവർക്ക് ഉണ്ടാകുന്നത്. അങ്ങനെ നമ്മളവിടുന്ന് വ്യാഴാഴ്ച അവിടുന്ന് പിന്നെ നമ്മൾ ഡിസ്ചാർജ് ആക്കണമെന്ന് അവിടുന്ന് മുമ്പ് ബുധനാഴ്ച പറഞ്ഞ സമയത്ത് നിങ്ങളായിക്കോ അങ്ങനെയൊന്നുമില്ല, അങ്ങനെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ നമ്മളെന്താക്കി വ്യാഴാഴ്ച ഡിസ്ചാർജ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ രാവിലെ മുതൽ
ഡിസ്ചാർജ് ആക്കണമെന്ന് പറഞ്ഞ ഏട്ടൻ ബുധനാഴ്ച നമ്മൾ ജ്യേഷ്ഠൻ ഉണ്ടായി, ജ്യേഷ്ഠൻ പറഞ്ഞ് ബുധനാഴ്ച ആക്കണം വ്യാഴാഴ്ച എന്താക്കി ആക്കാൻ പറഞ്ഞ വ്യാഴാഴ്ച ഡോക്ടർ ചോദിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ നമ്മളെല്ലാം മരുന്നും കൊടുത്തിട്ടുണ്ട്. നോക്കുമ്പോൾ അവിടെ നിന്ന് നോക്കുമ്പോൾ ബ്ലഡെല്ലാം ലീക്കായിട്ടെന്ന് പറഞ്ഞാൽ മൂത്രമെല്ലാം ഒഴിച്ചിട്ടെന്ന് പറഞ്ഞാൽ വൃത്തിഹീനമായ അവസ്ഥയിലാണ് നമ്മൾ ഉപ്പാൻ്റെ അവസ്ഥ. അങ്ങനെ എല്ലാം കൂടി നമ്മൾ എമർജൻസി ആയിട്ട് പോകുന്ന സമയത്ത് നമ്മൾ ഡിസ്ചാർജിൻ്റെ 9,000 രൂപ കൊടുത്ത സമയത്ത് നമ്മളെ കാർഡ് മറ്റേ വീടിൻ്റെ ബില്ലുമായിട്ട് മുകളിലേക്ക് പോകുമ്പോൾ പോലീസ് സെക്യൂരിറ്റി നിങ്ങൾക്ക് ഒരാൾ കയറാൻ പറ്റുമോ, നമ്മൾ പറഞ്ഞു എമർജൻസി കേസാണ് എല്ലാവർക്കും കയറണമെന്ന്, എല്ലാവരും അവിടെ സാധനമെല്ലാം ഉണ്ടെങ്കിൽ മുകളിലുണ്ടാവില്ല എടുക്കേണ്ടതെന്ന്, അത് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയാണ് അവർ പാസ് എടുത്ത് കൊണ്ട് എന്തൊക്കെയാണ് അങ്ങനെ നമ്മൾ 5 പാസ് നിർബന്ധം വന്നുകൊണ്ട് പാസ് എടുത്ത് ICUവിലേക്ക് അവിടെ കയറ്റുന്ന അവിടെ നിന്ന് വെന്റിലേറ്ററിൽ നിന്ന് ICUവിൽ നിന്ന് ആംബുലൻസിലേക്കുള്ള വെന്റിലേറ്ററിൽ കയറ്റുന്ന സമയത്ത് നേഴ്സുമാർ വളരെ ഒരു നിരുത്സാഹമായ ഒരു നിലപാടാണ് അവർ സ്വീകരിച്ചത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് നിങ്ങളെല്ലാവരും ഇതിനെതിരെ ശബ്ദിക്കണം. കാരണം ഇത് എൻ്റെ ഒരാൾ അനുഭവം വെച്ച് ഞാൻ പറയുന്നത്, ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഇനിയും ഒരുപാട് പാവപ്പെട്ട ജനങ്ങൾ അവിടെ പോയിക്കൊണ്ട് നിസ്സഹായരായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്, പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അവിടെ പോയി നോക്കുമ്പോൾ 2ാമത്തെ ദിവസം 3ാമത്തെ ദിവസം ബോഡിയായിട്ട് പോകുന്നൊരവസ്ഥയിൽ ഞാൻ അവിടെ നിന്നപ്പോൾ കണ്ടത്. അതുകൊണ്ട് കഴിവിൻ്റെ പരമാവധി നമ്മൾ അവിടെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ചെയ്യാം, അതിന് പ്രതിഷേധിക്കാൻ വേണ്ടി നമ്മൾ പ്രതിഷേധിക്കുക. അല്ലെങ്കിൽ നമ്മളെന്തൊക്കെ നമ്മൾക്ക് കഴിവിൻ്റെ പരമാവധി നമ്മൾ കുടുംബത്തിലോ നമ്മുടെ നാട്ടുകാരെ നമ്മളെ വീട്ടുകാരെ എല്ലാവരും അറിയിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അറിയിക്കുക. പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് പോകണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. അപ്പോൾ എല്ലാവരും ഇതൊന്ന് മനസ്സിലാക്കുമെന്ന് കരുതുന്നു. നിങ്ങളെല്ലാവരും ബോധവരായതുകൊണ്ട് ഇതിനെതിരെ പ്രതികരിക്കണമെന്ന് അപേക്ഷിക്കുന്നു താഴ്മയോടുകൂടി. ഓക്കെ, നമസ്കാരം.